നമസ്കാരം. ഒരു 40 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഒന്നും ആഗിരണം നടക്കാണ്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾ വേട്ടയാടാറുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ചർമ്മ പ്രശ്നങ്ങളാവാം, കേശ സംരക്ഷണത്തിൽ വരുന്ന പാകപ്പിഴവുകൾ കാരണം പലതരം ബുദ്ധിമുട്ടുകൾ, മുടി കൊഴിച്ചിൽ, താരൻ, ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ നമുക്ക് ശരീരവേദന, മസിൽ കോച്ചിപ്പിടുത്തം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞരമ്പുകൾ വീക്കായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ന്യൂറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാടേറെ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അലട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ തന്നെ വൈറ്റമിൻസിന് ഒരു പ്രത്യേക റോളുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ചില വൈറ്റമിൻസുകൾ ഫുഡിൽ നിന്നൊന്നും കറക്റ്റ് നമുക്ക് ഇത്തരം വൈറ്റമിൻസ് കിട്ടിയിട്ടില്ലെങ്കിലോ ആഗിരണം ശരിയായിട്ട് നടന്നിട്ടില്ലെങ്കിലോ ചിലപ്പോൾ സപ്ലിമെൻറ്റുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം നമ്മൾ കഴിക്കേണ്ട ചില സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുകൂടെ തന്നെ ഇത് ആഹാരത്തിൽ നിന്ന് ഏതൊക്കെ വൈറ്റമിൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെല്ലാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇതിൽ ഒന്നാമത്തെ വൈറ്റമിനാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്നുള്ളത്. നമുക്കറിയാം ശരീരത്തിലെ നമ്മുടെ ഒട്ടനേകം ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തൂണായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്നുള്ളത്. ഒമേഗ-3 കുറവാണെങ്കിൽ ഭക്ഷണക്രമം അപൂർണമാണ് എന്ന് വേണം പറയാനായിട്ട്. ശരീരത്തിലുള്ള LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഈ ഒമേഗ-3 ഉണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രമേഹ രോഗ സാധ്യതയുടെ അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെയൊക്കെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങൾ, എല്ലുകളുടെയൊക്കെ തന്നെ ബലം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമവാദം സംബന്ധമായിട്ട് സന്ധികളിലും പേശികളിലൊക്കെ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് വരണ്ട ചർമ്മമാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായാലും, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ തടുക്കാനായാലും, സ്ട്രെസ്സ്, ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റാക്കാൻ സഹായിക്കുന്നുണ്ട്. ഹോർമോൺ പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും അതുപോലെ വൃക്കയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഊർജം പ്രദാനം ചെയ്യുന്ന വളരെ നല്ലൊരു വൈറ്റമിനാണ്. അതുപോലെ ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാനും ചർമ്മത്തിന് മൃദുലത നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും സഹായിക്കും. അത് ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒമേഗ-3 സഹായിക്കുന്നുണ്ട്. ഇനി ഒമേഗ-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ. അതിൽ തന്നെ കടുകെണ്ണ, സോയാബീൻ എണ്ണ, ചെറുചണ വിത്ത് അതായത് ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട്, മുളപ്പിച്ച പയർ, ഇല കറികൾ ഏതായാലും തന്നെ, അതുപോലെ ക്യാബേജ്, ചീര, സാലഡ്സ്, പച്ച നിറത്തിലുള്ള ഇലക്കറികളെല്ലാം തന്നെ, കാരണം അതിൽ ആൽഫ ലിനോനിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കറി വെച്ച മീനാണെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ ഒമേഗ-3 കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഒമേഗ-3യുടെ സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 1 മുതൽ 4 വരെ മാക്സിമം എടുക്കാൻ പാടുള്ളൂ. അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ അളവ് ക്രമാതീതമായി കുറയുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ജോലി തിരക്കും മറ്റു കാരണങ്ങളും കൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 11 മുതൽ 3 മണിയുള്ള സമയത്തുള്ള വെയിലേൽക്കുന്നത് അത് അധിക സമയമൊന്നുമില്ല, പല പ്രശ്നങ്ങൾ വരും. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5-10 മിനിറ്റ് തന്നെ ധാരാളം മതി. ഇതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും. അതല്ലാതെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് ചർമ്മ പ്രശ്നങ്ങൾ വരുന്നതോ, മുടിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന, മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരുന്നതും, ചർമ്മത്തിന് ഉണ്ടാവുന്ന പലതരം ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാവും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് സന്ധികളിലും പേശികളിലൊക്കെ അമിതമായിട്ടുള്ള വേദന ഉണ്ടാവും. രാത്രി കാലങ്ങളിലൊന്നും കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും. അതുപോലെ ആങ്ഷൈറ്റി, കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സ്ട്രെസ് അമിതമായിട്ട് ഉണ്ടാവുക, കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും ഇതുവഴി വരാം. അതുപോലെ പ്രതിരോധ ശക്തി കുറയുന്നതും തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കാണുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുമ്പോൾ അത് എപ്പോഴും ഫാറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും നമ്മുടെ ശുദ്ധമായിട്ടുള്ള നെയ്യിൻ്റെ കൂടെയൊക്കെ തന്നെ എടുത്താൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം പെട്ടെന്ന് നടക്കാൻ സഹായിക്കും. മുട്ട, നട്ട്സ്, കൂണ്, മീൻ, സീഡ്സ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ വൈറ്റമിൻ B12 ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തും ഇത് ശരീരത്തിൽ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനിൻ്റെ ലഭ്യതയുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ
B12 കുഞ്ഞുങ്ങൾക്കും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ ഗർഭിണികൾക്കൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഇത് ആവശ്യമായിട്ടുണ്ട്. പാൽ, വെണ്ണ, മത്സ്യം, മാംസം, ചിക്കൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വൈറ്റമിൻ B12 ലഭിക്കും. നാഡികളുടെ ആരോഗ്യം, അതുപോലെ ഡിമെൻഷ്യ പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ, പേശിയുടെ ബലഹീനത ഇല്ലാതാക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദനയൊക്കെ അനുഭവപ്പെടുന്നവരുണ്ടാവും, അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ ആർത്തവ പ്രശ്നങ്ങൾ, ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, കടുത്ത ക്ഷീണം, ശ്വാസതടസ്സം, വിളർച്ച ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഉദര പ്രശ്നങ്ങൾക്ക് സഹായകരമായിട്ടുള്ളതാണ് കരള്, ബീഫ്, ട്യൂണ, സാൽമൺ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, തവിട് കളയാത്ത ധാന്യങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാലാമത്തേത് കാൽസ്യമാണ്. കാൽസ്യം എന്നുള്ളത് നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ കാൽസ്യം പൊതുവായിട്ട് കുറഞ്ഞു വരാറുണ്ട്. ഭക്ഷണത്തിൽ നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിൽ പ്രധാനമാണ് എല്ലുകളുടെ പോറോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞിട്ട് എല്ലുകളിൽ ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും, തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളാവുന്നതും, പേശിവേദന, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത, എപ്പോഴും ക്ഷീണം, കിടക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ നമുക്ക് കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതോ ഇനി അത് ചില സമയങ്ങളിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതോ ഒക്കെ ആവശ്യമായിട്ട് വരും. ചില സമയങ്ങളിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരു ഡോസ് ഒന്നും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഹൈപ്പർ കാൽസ്യമീയ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകും കേട്ടോ. ഇത്തരം കാൽസ്യം അധികമായിട്ടുള്ള പലർക്കും പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിലൊന്നാണ് മലബന്ധം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം, വിട്ടുമാറാത്ത തലവേദന, അതുപോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ പോലുള്ള അവസ്ഥ, അതുപോലെ ബോധക്ഷയം ഉണ്ടാവുന്നതോ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ വരുന്നതോ ഒക്കെ തന്നെ കാണപ്പെടാറുണ്ട്. ഇനി നമുക്ക് കാൽസ്യം കിട്ടുന്ന ചില നാച്ചുറൽ സോഴ്സസ് ഉണ്ട്. അതിലൊന്നാണ് മുരിങ്ങയില എന്നുള്ളത്, അല്ലെങ്കിൽ ചീരവർഗ്ഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ എള്ള്, സോയാബീൻ, നെല്ലിക്ക, പാലുൽപ്പന്നങ്ങൾ, അതിൽ ചീസും യോഗേർട്ടും ഒക്കെ പെടും. പിന്നെ മീൻ കഴിക്കുന്നതും അല്ലെങ്കിൽ നട്ട്സുകൾ ഉൾപ്പെടുത്തുന്നതും, അത്തിപ്പഴം, ബ്രക്കോളി തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഒരുപാടേറെ ആഹാര പദാർത്ഥങ്ങൾ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാൽസ്യം കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അഞ്ചാമത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിലെ 300-ലധികം ബയോകെമിക്കൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അവശ്യ ധാതുവാണ് ഈ മഗ്നീഷ്യം. പേശി പ്രവർത്തനം മുതൽ ഊർജ്ജ ഉൽപ്പാദനം വരെ വളരെയധികം ഗുണകരമായിട്ട് നടത്താൻ സഹായിക്കുന്നത് ഈ മഗ്നീഷ്യം ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ചില സമയങ്ങളിൽ നമുക്കറിയാം, ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേശി വേദനയും ദേഹത്തൊക്കെ വിറയലും മസിൽ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയാറില്ലേ, അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം കുറഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ചില സമയങ്ങളിൽ നെഞ്ചിടിപ്പ് അധികമായിട്ട് തോന്നും, അതുപോലെ തന്നെ ഉത്കണ്ഠ കൂടുതലായിട്ടുണ്ടായിരിക്കും, ദേഷ്യം പെട്ടെന്ന് വരുന്നു ഒരവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ മനസ്ഥിതിയെ ബാധിക്കുന്ന സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനത്തിന് ഈ ഒരു മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ ഉറക്കക്കുറവ്, സ്ലീപ്പ് ഹോർമോൺ ആയിട്ടുള്ള മെലറ്റോണിൻ നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കുണ്ട്. അതുകൊണ്ടും ഈ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാവും. ആവർത്തിച്ചുള്ള തലവേദനയോ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ, നീർക്കെട്ട് നിയന്ത്രിക്കാനും ഒക്കെ ഈ മഗ്നീഷ്യം ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. അത് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതാണ് മത്തങ്ങ വിത്ത്, പംകിൻ സീഡ് ഇല്ലേ അത്, ചീര അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, ചിയാ സീഡ്, അവക്കേഡോ, പഴം, നട്ട്സുകളെല്ലാം തന്നെ, പയറുവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ, മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ, യോഗട്ട്, പീനട്ട് ബട്ടർ ഇവയെല്ലാം തന്നെ ഇത്തരം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത വൈറ്റമിനാണ്, ആറാമത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്നുള്ളത്. സന്ധിവേദന, മുട്ടുവേദന, ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ മുറിവുണങ്ങാൻ സാവകാശം എടുക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ സി ആണ് കാരണം. അപ്പോൾ വൈറ്റമിൻ സി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരും. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തലവേദന, ബുദ്ധിമുട്ടുകൾ, ജലദോഷം, പനി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അലർജിക് പ്രശ്നങ്ങൾ കൂടുതലാവാം. അപ്പോൾ ഇതിനൊക്കെ രോഗപ്രതിരോധ ശേഷി ഉയർത്താനായാലും ഇതുപോലുള്ള വേദന, നീർക്കെട്ടൊക്കെ കുറയ്ക്കാനും വൈറ്റമിൻ സിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, കിവി, പപ്പായ, സ്ട്രോബെറി, തക്കാളി, പേരയ്ക്ക, ചീര, മധുരക്കിഴങ്ങ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ സി ലഭിക്കും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ച്യൂവബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് 500 mg ഒക്കെ ഉണ്ട്. അത് ദിവസത്തിൽ ഒരെണ്ണം വീതമൊക്കെ തന്നെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. നെക്സ്റ്റ്
ലാസ്റ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നുള്ളത്. ഈ വൈറ്റമിൻ്റെ കുറവ് മൂലം തന്നെ നമ്മുടെ ശരീരത്തിൽ ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള നെർവ് സംബന്ധമായിട്ട് നാഡീ ഞരമ്പുകൾക്ക് ഉണ്ടാവുന്ന ക്ഷീണോ ബലക്കുറവോ ഒക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തരിപ്പ് മരവിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വൈറ്റമിൻ ഇ കുറഞ്ഞാലും വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്കിന്നിൽ വരുന്ന പലവിധ പ്രശ്നങ്ങൾ. അതിൽ പിഗ്മെൻറ്റേഷൻ മുതലായിട്ടുള്ള സ്കിന്നിൽ ഉണ്ടാവുന്ന ചർമ്മ പ്രശ്നങ്ങളെല്ലാം തന്നെ വൈറ്റമിൻ ഇക്ക് ഒരു പ്രധാന പങ്കുണ്ട്. പിന്നെ നമ്മുടെ മുടി വല്ലാണ്ട് ഡ്രൈ ആയി പോകുന്നതോ മുടി കൊഴിയുന്നതോ അത്തരം പ്രശ്നങ്ങളും വൈറ്റമിൻ ഇ കുറഞ്ഞാൽ വരും കേട്ടോ. ചർമ്മത്തിൻ്റെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് തന്നെ ഈ ഒരു വൈറ്റമിൻ ഇക്ക് ഉണ്ട്. ഫ്രീ റാഡിക്കൽ ചെറുക്കാനും ശരീരകോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവിശ്വസനീയമായ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ വൈറ്റമിൻ ഇ എന്നുള്ളത്. മുഖക്കുരു, ചുളിവുകൾ, പാടുകൾ, ചർമ്മത്തിലുണ്ടാവുന്ന വീക്കം ഇതൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ സൂര്യാഘാതം അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നുള്ള ചർമ്മത്തെ രക്ഷിക്കാനൊക്കെ തന്നെ സഹായിക്കുന്നതും കൂടിയാണ് വൈറ്റമിൻ ഇ. തലയോട്ടിക്ക് കരുത്ത് പകരാനും അതുപോലെ രോമകൂപങ്ങളെ താരലിൽ നിന്നൊക്കെ തടയാനും കേടായ മുടിയിഴകൾ പോലും തിളക്കമുള്ളതായി നീണ്ട മുടിയിഴകളായിട്ട് കരുത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണ് വൈറ്റമിൻ ഇ. ഇത്രയും വൈറ്റമിൻസ് നമ്മൾ ഒരു 40 വയസ്സിന് ശേഷം നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെ പറയാൻ തന്നെ കാരണം നമുക്കിതിൻ്റെ ആഗിരണശേഷി കുറഞ്ഞു വരുന്നു പ്രായം ചെല്ലുന്നതിനനുസരിച്ച് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കഴിയുന്നതും തന്നെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം വൈറ്റമിനുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം പലർക്കും തന്നെ ഞാൻ ഈ പറഞ്ഞ പലവിധ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 1-2 ഒക്കെ ഇല്ലാത്തവരായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ വൈറ്റമിൻ കുറഞ്ഞതുകൊണ്ടാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. നന്ദി.